ഗുഡ് മോർണിംഗ്. പ്രഗ്നൻസിയിലെ ഒരു മൈനർ സിംറ്റമായ ഹാർട്ട് ബേൺസ് അഥവാ നെഞ്ചിരിച്ചിലിനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി പ്രഗ്നൻസി കാണുന്ന വേറൊരു സിംറ്റമാണ് നടുവേദന. നടുവേദന എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും വരാം. യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് നടുവേദന വരാം. പിന്നെ നമ്മളെ പോസ്ചർ അഥവാ നമ്മളുടെ ഇരിക്കുന്നതിൻ്റെയും കിടക്കുന്നതിൻ്റെയും ഒക്കെ ഉള്ള വേരിയേഷൻ കൊണ്ട് നടുവേദന വരാം. കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് നടുവേദന വരാം. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മലബന്ധം. അപ്പം ഇതിനെല്ലാമുള്ള പരിഹാരം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് കിഡ്നിയെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനേക്കാളും ഉപരിയായിട്ട് പ്രഗ്നൻസിയിൽ യൂറിനറി ഇൻഫെക്ഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ പ്രീ ടേം ലേബർ അഥവാ മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കുട്ടിക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ വരുന്നതും നല്ലതല്ല. മലശോധന ശരിയായി പോകുന്നതിന് വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കുക, ഇലക്കറികളും പച്ചക്കറികളും കഴിക്കുക. ഇതുകൊണ്ടൊന്നും നടുവേദന കുറയുന്നില്ലെങ്കിൽ മാത്രം ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മരുന്നുകൾ കഴിക്കാവുന്നതാണ്.